രോഹിത് ശർമ്മയിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് എത്രമാത്രം മുന്നോട്ടു പോകാനാകുമെന്ന് സംശയങ്ങളുണ്ടായിരുന്നു. മികച്ച ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ പാരമ്പര്യം പിന്തുടരാൻ ഗില്ലിന് ഇതുവരെയുള്ള 3 ടെസ്റ്റുകളിൽ സാധിച്ചിട്ടുണ്ട്. ഈ മാച്ചുകളിൽ ഗില്ലും ഇന്ത്യൻ ടീമും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ഗില്ലിന്റെ വ്യക്തിപരമായ പ്രകടനങ്ങളെ ഒട്ടും ദോഷകരമായി ബാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ത്യൻ ക്യാപ്റ്റനായി ചുമതലയേറ്റതിനു ശേഷം 3 മത്സരങ്ങളിൽ നിന്ന് ഗിൽ 600-ലധികം റൺസ് നേടിയിട്ടുണ്ട്. അതിൽ 2 സെഞ്ചുറികളും ഒരു ഡബിൾ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട്. സ്വന്തം മണ്ണിൽ വലിയ വിജയങ്ങളുടെ ചരിത്രമുള്ള കരുത്തുറ്റ ഇംഗ്ലണ്ട് സംഘത്തെ അവരുടെ നാട്ടിൽ നേരിടുകയെന്ന വെല്ലുവിളിയാണ് ക്യാപ്റ്റനായി ചുമതലയേറ്റ ഗില്ലിന് ആദ്യമായി അഭിമുഖീകരിക്കേണ്ടി വന്നത്. പരമ്പരയിൽ ഇന്ത്യ 2-1 പിന്നിലാണെങ്കിലും ടീമിന്റെ പ്രകടനവും ക്യാപ്റ്റൻസിയും പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ എന്നിവർ ഒരുമിച്ച് വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പര കൂടിയാണിത്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഗിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു. തോറ്റ ടെസ്റ്റുകളിൽ ഇന്ത്യക്ക് എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു. ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലായി 850-ലധികം റൺസ് നേടിയിട്ടും ഇന്ത്യ ചില പിഴവുകൾ വരുത്തിയതോടെ തോൽവി വഴങ്ങുകയായിരുന്നു. 3ാം ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിന്റെ വക്കിൽ നിന്നാണ് വെറും 22 റൺസിന്റെ അടിയറവ് പറഞ്ഞത്. ഗില്ലിന്റെ നേതൃത്വപരമായ കഴിവുകളിൽ മതിപ്പ് രേഖപ്പെടുത്തി ഇന്ത്യയുടെ മുൻ പരിശീലകൻ ഗാരി ക്രിസ്റ്റൺ രംഗത്തെത്തിയിരുന്നു. ഗില്ലിന് ഇന്ത്യയുടെ മഹാരഥന്മാരായ ക്യാപ്റ്റന്മാരിൽ ഒരാളാകാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒപ്പം സഹതാരങ്ങളുടെ കഴിവുകൾ ടീമിന്റെ വിജയത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിൽ മുൻ ഇന്ത്യൻ നായകൻ MS ധോണി പ്രകടിപ്പിച്ച മിടുക്ക് ഗില്ല് കണ്ടുപഠിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗില്ല് ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ട് അധിക കാലമായിട്ടില്ല എന്നത് ശരി തന്നെയാണെന്നും അദ്ദേഹത്തിന് മികച്ച കഴിവുകളുണ്ടെന്ന് കരുതുന്നുവെന്നും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നല്ലതാകുമ്പോഴാണ് നല്ല ക്യാപ്റ്റനാവാൻ സാധിക്കുക എന്നും ഗാരി ക്രിസ്റ്റൺ പറയുന്നു. ഗില്ല് ശരിയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഏതൊരു നേതാവിനെയും പോലെ മാൻ മാനേജ്മെന്റ് അദ്ദേഹം പഠിക്കണമെന്ന് കരുതുന്നുവെന്നും ക്രിസ്റ്റൺ പറഞ്ഞു. ധോണി അവിശ്വസനീയമായ ഒരു മാൻ മാനേജർ ആയിരുന്നുവെന്നും ഈ ഗുണം മനസ്സിലാക്കിയാൽ ഇന്ത്യയുടെ മികച്ച ക്യാപ്റ്റനാകാനുള്ള എല്ലാ യോഗ്യതകളും ഗില്ലിനുണ്ടെന്ന് കരുതുന്നുവെന്നും ക്രിസ്റ്റൺ കൂട്ടിച്ചേർത്തു. പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിനെ ഒട്ടും അറിയില്ല എന്നും കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പോരാളിയും കരുത്തുറ്റ വ്യക്തിത്വത്തിന് ഉടമയുമാണ്. അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട്, ശൈലിയുണ്ട്. അത് ഇന്ത്യൻ കളിക്കാരുമായി എത്രമാത്രം ചേർന്നു പോകുന്നു എന്നത് പ്രധാനമാണെന്നും ക്രിസ്റ്റൺ അഭിപ്രായപ്പെടുന്നുണ്ട്. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാവി എന്താകും എന്നൊരു പേടി ആരാധകരിലുണ്ടായിരുന്നു. രോഹിത്തിന്റെ നായകസ്ഥാനം അലങ്കരിക്കാനും കോഹ്ലിക്ക് പകരം ടെസ്റ്റ് മത്സരത്തിൽ 4ാം നമ്പറിൽ ഇറങ്ങാനും ടീം ഇന്ത്യക്ക് പകരക്കാരെ ആവശ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ BCCI തെരഞ്ഞെടുത്ത യുവനായകനാണ് ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിയുടെ 4ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനും ഗില്ലിന് നൽകി. പിന്നീട് കണ്ടത് റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന ഗില്ലിനെയാണ്. ക്യാപ്റ്റനായതിനു ശേഷം ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഗില്ല് സെഞ്ചുറിയോടെ തിളങ്ങിയിരുന്നു. ഇതിഹാസങ്ങളുടെ റെക്കോർഡ് തിരുത്താനും ഈ മത്സരങ്ങളിൽ ഗില്ലിന് കഴിഞ്ഞു. വരും മത്സരങ്ങളിലും ഗില്ലിന്റെ കിടിലൻ പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.